രോഗം കാരണം അവധിയെടുത്തതിനെ തുടർന്ന് മണപ്പുറം ഫിനാൻസിലെ ഉപ്പള ബ്രാഞ്ചിലെ ജീവനക്കാരൻ ദീപേഷിനെ ചെന്നൈയിലേക്ക് സ്ഥലം മാറ്റിയതിനെതിരെ മണപ്പുറം ഹോസ്ദുർഗ് ബ്രാഞ്ചിലേക്ക് AITC-യുടെ നേതൃത്വത്തിൽ ജീവനക്കാർ മാർച്ചും ധർണയും നടത്തി. രോഗം കാരണം അവധിയെടുത്തതിനെ തുടർന്ന് മണപ്പുറം ഫിനാൻസിലെ ഉപ്പള ബ്രാഞ്ചിലെ ജീവനക്കാരൻ ദീപേഷിനെ ചെന്നൈയിലേക്ക് സ്ഥലം മാറ്റിയതിൽ പ്രതിഷേധിച്ചായിരുന്നു മണപ്പുറം ഹോസ്ദുർഗ് ബ്രാഞ്ചിലേക്ക് AITC-യുടെ ആഭിമുഖ്യത്തിൽ ജീവനക്കാർ മാർച്ചും ധർണയും നടത്തിയത്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KS കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ അഭ്യസ്തരായ ചെറുപ്പക്കാരെ നിയമിച്ചുകൊണ്ട് തുച്ഛമായ ശമ്പളം കൊടുത്തുകൊണ്ട് ആ ഓഫീസിൽ മറ്റ് ഒരു സൗകര്യവും ഇല്ലാത്ത രീതിയിൽ അവരെ കൊണ്ട് പണിയെടുപ്പിക്കുകയും അവർക്ക് എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ ഈ മാനേജ്മെന്റിന്റെ മുമ്പിൽ അവതരിപ്പിച്ചാൽ അത് അംഗീകരിക്കാത്ത ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസമായി മണപ്പുറം ഫിനാൻസിന്റെ കാസർഗോഡ് ജില്ലയിലെ ഉപ്പള ബ്രാഞ്ചിൽ നടന്ന സംഭവം. ആ ഉപ്പള ബ്രാഞ്ചിൽ 5 ജീവനക്കാരാണ് പണിയെടുക്കുന്നത്. ആ 5 ജീവനക്കാരിൽ ഒരാൾക്ക് ചിക്കൻ ബോക്സ് എന്ന മാരകമായ രോഗം, മറ്റേത് രോഗങ്ങളായാലും നമുക്ക് മനുഷ്യന്റെ രക്തത്ത് ഇറങ്ങിപ്പോകാം. ചിക്കൻ ബോക്സ് ബാധിച്ചെന്ന് പറഞ്ഞാൽ പണ്ട് തൊട്ടേ അവരെ ആസ്പത്രികളിൽ പോലും അടുപ്പിക്കില്ലായിരുന്നു. അതാണ് ചിക്കൻ ബോക്സ് എന്ന് പറയുന്ന രോഗത്തിന്റെ ഒരു പ്രത്യേകത. ആസ്പത്രികളിൽ മറ്റുള്ളവർക്ക് രോഗം പകരുമെന്നതുകൊണ്ട് ആസ്പത്രികളിൽ അഡ്മിറ്റ് ചെയ്യില്ലായിരുന്നു പണ്ടൊക്കെ. പക്ഷെ അതിൽ നിന്നെല്ലാം മാറി ഇപ്പോൾ ഈ പറയുന്ന അതൊരു ആ രീതിയിലുള്ള രോഗമല്ല എന്നുള്ള രീതി വന്നിട്ടുണ്ട്. എന്നാൽ അങ്ങനെയുള്ള ഒരു രോഗി ഒരു ഓഫീസിൽ പോയി ജോലി ചെയ്യാൻ സാധിക്കുമോ? ഏതെങ്കിലും ഒരു ഓഫീസിൽ അങ്ങനെ ചെയ്ത ചരിത്രമുണ്ടോ? ഒരു ചിക്കൻ ബോക്സ് പിടിപെട്ട ഒരു ആള് അദ്ദേഹം 20 ദിവസം പണിയെടുക്കാതെ അദ്ദേഹം കിടപ്പിലായതിന്റെ പേരിൽ അയാൾ ജോലി തിരിച്ച് ജോയിൻ ചെയ്യാൻ വേണ്ടി ചെന്നപ്പോൾ ഇവിടെ സൂചിപ്പിച്ചില്ലേ, അതിന്റെ ഹെഡ് ഓഫീസിൽ പോയി അതിന്റെ മാനേജറെ അതിന്റെ MD കണ്ടപ്പോൾ അദ്ദേഹം ഇവിടെ നിങ്ങൾ പോയി ജോയിൻ ചെയ്തു എന്ന് പറഞ്ഞ് തിരിച്ചുവിട്ട് ഇവിടെ എത്തുമ്പോൾ ആ ദിവേഷ് എന്ന് പറയുന്ന ആ തൊഴിലാളിക്ക് കിട്ടിയ ഫോൺ സന്ദേശം നിങ്ങൾ ചെന്നൈയിൽ പോയി ജോലി ചെയ്യൂ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഏറ്റവും ചുരുങ്ങിയ കൂലിയാണ് ഇവർക്ക് കൊടുക്കുന്നത്. പറഞ്ഞല്ലേ 10,000 രൂപ. ഇപ്പോൾ ഒരു ബാങ്കിലെ ജീവനക്കാരന്റെ ശമ്പളം എത്രയാണെന്ന് നിങ്ങൾക്കറിയുമോ? കോപ്പറേറ്റീവ് ബാങ്കിൽ ഉൾപ്പെടെ നമ്മളെ ദേശാൽകൃത ബാങ്കുകളിലെ ശമ്പളം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ തുകയാണ്. എന്നാൽ ഇതുപോലെയുള്ള ഫൈനാൻസ് ഇവര് കൊടുക്കുന്ന ശമ്പളം നാമമാത്രം തുച്ഛമായ ശമ്പളമാണ്. 8,000 രൂപയും 9,000 രൂപയും 10,000 രൂപയും ശമ്പളം കൊടുക്കുന്നു ഇവർക്ക്. ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ നാട്ടിൽ മറ്റുള്ള പണിയെടുക്കുന്നവർക്ക്, സാധാരണ കൂലിപ്പണി എടുക്കുന്നവർക്ക് അതിൽ കൂടുതൽ ശമ്പളമുണ്ട്. ഇവര് പഠനം കഴിഞ്ഞ് വിദ്യാഭ്യാസം കഴിഞ്ഞ് ഉന്നത ഡിഗ്രിയും അതുപോലെ തന്നെ PG-യും ഒക്കെ എടുത്ത ചെറുപ്പക്കാര് ഈ പറയുന്ന 7,000-നും 8,000-നും 9,000-നും 10,000-നും പണിയെടുപ്പിക്കുന്നു. ആ പണിയെടുക്കുന്നതിന് പുറമെയാണ് ഒരു അസുഖം വന്നാൽ അതിന് പോലും
ഒരു ചികിത്സാ സൗകര്യം കൊടുക്കാതെ, അവർക്കൊരു ലീവ് കൊടുക്കാതെ, ആ ലീവ് അത് പണിയെടുക്കാൻ പറ്റാത്ത ഒരു അവസരം വീട്ടിലുണ്ടായപ്പോൾ നിങ്ങൾ പോയി ചെന്നൈയിൽ പോയി ജോലി ചെയ്യൂ എന്ന് പറഞ്ഞാൽ ആ മാനേജ്മെന്റിന് എന്ത് ചെയ്യണമെന്നുള്ളതിനെ സംബന്ധിച്ച് പരിശോധിക്കണം. കെ ബി മനോജ് അധ്യക്ഷനായിരുന്നു. CPI ജില്ലാ സെക്രട്ടറി KV കൃഷ്ണൻ, സുനിൽ മാടക്കൽ, സാജൻ, മണികണ്ഠൻ, ദിതീഷ്, പ്രമോദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ദാമോദരൻ സ്വാഗതം പറഞ്ഞു.